ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് കേട്ടോ. അങ്ങനെ സുധി ഇന്റർവ്യൂവിന് വേണ്ടി പുതിയൊരു ജോലി സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്റർവ്യൂ ഉണ്ട്. നമ്മുടെ ശ്രുതി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു കാർ ഷോറൂമിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കാറിന്റെ കച്ചവടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത്. സുധീനെ കണ്ടതും അവിടെ നിന്നൊരു സ്റ്റാഫ് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, സത്യനാഥ് സാറിനെ കാണാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത്, വല്ല മീറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അയാൾ ഇങ്ങനെ വിടാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ അല്ല, ബിസിനസ് മീറ്റിംഗ് ഒന്നും അല്ല, ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാ. ഓ ഓ ഓ അപ്പം ജോലിക്ക് വേണ്ടി വന്നതാണല്ലേ. ആ അതെ, എൻ്റെ ഇൻ്റലിജൻസ് ഈ കമ്പനിക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ സ്റ്റാഫ്, ഇയാൾ എന്ത് പറ്റി, നോർമൽ അല്ലേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. കാരണം സുധിയുടെ സംസാരം അങ്ങനെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആ സ്റ്റാഫ് പറഞ്ഞു, ഞാനേ ചെന്ന് സാറിനോട് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി പോയത്. അപ്പം അവിടെ ആകെ മൊത്തം ഒന്ന് ചുറ്റിയൊക്കെ നിരീക്ഷിക്കുകയാണ് കേട്ടോ സുധിക്ക് അങ്ങോട്ട് ഒത്തിരി പിടിക്കുന്നൊന്നുമില്ല. സുധിയുടെ വിചാരം സുധിക്ക് AC റൂം മാത്രമേ പറ്റത്തുള്ളൂ, സുധി AC റൂമിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ആളാണ് എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം അയാൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ ചെല്ലാൻ പറഞ്ഞു കേട്ടോ, സത്യനാഥ് സാറ് റൈറ്റ് സൈഡിലായിരിക്കുന്നത്, അവിടെയാണ് ക്യാബിൻ, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഏതായാലും അങ്ങോട്ടേക്ക് ചെന്നു. സാർ മേ കമിൻ എന്നൊക്കെ ചോദിച്ചു തന്നെയാണ് ചെന്നത്. അപ്പം അയാൾ പറഞ്ഞു, ആ വാ വാ കയറി വാ, അല്ല നിങ്ങളുടെ സുധിയല്ലേ. ആ എൻ്റെ പേര് സുധി എന്നാണ്, സുധി അല്ല സുധി എന്നാണ് എന്നൊക്കെ പറഞ്ഞു. അതെ, ഈ ധനം നെഴുതുന്ന ദായില്ലേ, അല്ലാതെ തറ നെഴുതുന്ന തായല്ല എന്നിങ്ങനെ പറഞ്ഞു. അതായത് അങ്ങോട്ട് വ്യക്തമാക്കി കൊടുക്കും. അപ്പോഴത്തേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, എടോ എന്തെങ്കിലും ആട്ടെ, താനിങ്ങോട്ട് കയറി വാ, താനിവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സുധി അവിടെ ഇരുന്നിട്ടും ആകെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുറ്റുപാട് നോക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇയാൾ ഓർത്ത് ഇത് എന്ത് പറ്റി സുധി ഇങ്ങനെ നോക്കുന്നതെന്ന്. അങ്ങനെ ഇയാൾ ഒന്ന് ചുറ്റും നോക്കി കേട്ടോ. അവിടെയൊന്നും അയാൾ കണ്ടില്ല. സുധിയുടെ നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നും കേട്ടോ. അപ്പം അയാൾ ചോദിച്ചു, ഇതെന്താ താൻ ഇങ്ങനെ നോക്കുന്നത്. അല്ല സാർ, ഇവിടെ ഇന്റർവ്യൂ തന്നെയല്ലേ നടക്കുന്നത്. അതെ, ഇവിടെ ഇന്റർവ്യൂ നടക്കുക. ആ അല്ല സാറേ, ഞാൻ ചോദിച്ചത് വേറൊന്നുമില്ല, ഞാൻ കുറേ ഇന്റർവ്യൂ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കാണും. ഇവിടെ ഇപ്പം സാറ് മാത്രമല്ലേ ഉള്ളൂ. ദേ ഇവിടെ ഇപ്പം അതൊന്നുമില്ല. ഇവിടെ ജോലിക്ക് ആൾ വേണം, അതിന് യോഗ്യത ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ മതി. ഇവിടുത്തെ ചീപ്പർ മുതലേ മാനേജറെ വരെ സെലക്ട് ചെയ്തത് ഞാനാ. ആ ഓക്കെ സാർ, ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധിയുടെ ആ ഒരു ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു കേട്ടോ. അയാൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു വലിയൊരു ഫയലാണ് അയാളുടെ മുമ്പിലേക്ക് നമ്മുടെ സുധി വെച്ചത്. സുധി പറഞ്ഞു, എൻ്റെ പൊന്നനിയ, സുധി അല്ല സോറി, അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നനിയ ഒന്ന് നിർത്തുക, ഇങ്ങനെ പറഞ്ഞാലേ ശ്വാസം മുട്ടി മരിച്ചു പോകും. അല്ല, എനിക്ക് കുറേ ഡിഗ്രി ഉണ്ട് സാറിത് നോക്ക്, ഇതൊന്ന് നോക്കിയിട്ട് സാറ് പറ. എൻ്റെ പൊന്നു മോനെ, ഇതെന്താ ആൽബോ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ദേ എന്തായാലും പഠനം ഇവിടെ വെച്ച് നിർത്തിയത് നന്നായി. ഇനിയും പഠിച്ചിരുന്നെങ്കിൽ തൻ്റെ ജന്മം പാഴായി പോയേനെ. ദേ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലിക്ക് ഇത്രയും പഠനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെനിക്കറിയാം സാർ, എൻ്റെ പഠിപ്പിനും ബുദ്ധിക്കും അനുസരിച്ചുള്ള ജോലി അതാണല്ലോ ഞാൻ തിരക്കുന്നത്. ഒരുപാട് ഡിഗ്രികളുണ്ട്, പക്ഷെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് പഠിപ്പിനനുസരിച്ചുള്ള പണമല്ലെന്നേ ആളുകളുടെ കയ്യിൽ എത്തുന്നത്. ഉദാഹരണമായിട്ട് സാറിന് എൻ്റെ എത്ര പഠിപ്പുണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല. സാറിൻ്റെ എഡ്യൂക്കേഷൻ എന്തായിരിക്കും? അതെ, താങ്കളുടെ അത്രയും എഡ്യൂക്കേഷൻ ഒന്നും എനിക്കില്ല. നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയാം. അതാണ് ഞാൻ പറയുന്നത്. ഈ പഠിപ്പിനനുസരിച്ചുള്ള പണമല്ല ആളുകളുടെ കയ്യിലേക്ക് പണം എത്തുന്നത്. ഏതായാലും സാറിൻ്റെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ടല്ലേ സാർ ഇവിടുത്തെ MD ആയത്. പക്ഷെ ഡിഗ്രി ഉള്ള എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി തേടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പല നടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇയാൾക്ക് സത്യം പറഞ്ഞ് ഇത് കേട്ടപ്പോൾ കോമഡി ആയിട്ടാട്ടോ തോന്നിയത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അനിയ ദേ ഞാൻ പിറന്നതേ പണക്കാരനായിട്ടൊന്നും അല്ല, ഒരു ദാരിദ്ര്യ കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി. ഞാൻ ആവശ്യത്തിന് പഠിച്ചു, ആവശ്യത്തിലേറെ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലം രാവും പകലും ജോലി ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഇട്ടു. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പിടിച്ചങ്ങ് കയറിയത്. കുറച്ച് വർഷമായി ഈ കാർ ഷോറൂം തുടങ്ങിയിട്ട്. ഡിഗ്രി കൊണ്ട് മാത്രം പണം ഉണ്ടാവില്ല എൻ്റെ പൊന്നനിയ, കഠിനാധ്വാനം വേണം, കഠിനാധ്വാനം. അതെ സാർ, എല്ലാവരും അധ്വാനിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉയർന്ന നിലയിൽ എത്തുന്നില്ലേ. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ ഉയർന്ന നിലയിലെത്തും. കുറച്ച് നന്മയും സത്യസന്ധതയും ഒക്കെ വേണം. ജോലിയോട് നമ്മൾ ആത്മാർത്ഥത നന്നായിട്ട് കാണിക്കണം. പെട്ടെന്ന് കോടീശ്വരനാകണമെന്ന് വിചാരിച്ചാലേ അത് സാധിക്കില്ല. പടിയായിട്ട് മുന്നോട്ടേക്ക് പോകണം.
ഞാനേ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ഏതായാലും നിന്നെ ഞാനിവിടെ ജോലിക്ക് എടുത്തു. കാരണം നിന്റെ ഈ സംസാരമൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് താന് ഇവിടെ ജോലിക്ക് വന്നോ. ദേ ഇന്നു മുതൽ ജോലി ചെയ്യാൻ കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പൊ സച്ചി വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. തന്റെ വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടിയാ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് വർക്ക്ഷോപ്പിലെ ആളെ വിളിച്ചു. എടാ അനൂപേ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്കും അയാൾ ഇറങ്ങി വന്നു. എന്താ എന്താ സച്ചി, എന്തിനാ നീ കിടന്ന് ഇങ്ങനെ അലർന്നത്? ഞാൻ എന്തിനാടാ വന്ന് അലർന്നതെന്ന് നിനക്കറിയില്ലേ? അതെ, ദേ കാറിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയണം. ദേ എന്ന് ഞാൻ കാറ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാ. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, നീ ആ കാറിന്റെ പ്രശ്നത്തിനാണോ വന്നത്, അതോ നിന്റെ കാറിന്റെ പ്രശ്നത്തിനാണോ? നിന്റെ കാർ ഇപ്പൊ നീ ഓടിക്കുന്ന കാറല്ലേ? അയ്യോ, അതെന്റെ കാറല്ല, അത് വാടക കാറാ. ഓ, അപ്പൊ ഇവിടെ കിടക്കുന്ന കാറ്. ആ കാറിന്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണടാ. ഏതായാലും ഞാന് നന്നാക്കാൻ നോക്കുന്നുണ്ട്. കുറേ പാർട്സുകൾ മേടിക്കാനും ഉണ്ട്. അല്ല, നീ എന്തിനാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത്? ഇതിന്റെ ബോണറ്റ് തുറന്നു വെച്ചാല് ഇതിനകത്തേക്ക് പൊടി കയറില്ലേ? ദേ ഇത് അടച്ചു വെച്ചാൽ എങ്ങനെയാ റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? അത് നീ ഒന്ന് മനസ്സിലാക്ക്. എടാ അനൂപ, ഇത് എപ്പോഴാടാ ഒന്ന് ശരിയാക്കുന്നത്? ഞാൻ വാടകയ്ക്ക് കാർ എടുത്ത് ഓടിച്ചോണ്ടാ നടക്കുന്നത്. അത് മുതലാവുന്നില്ല. എത്ര നാളായി ഇത് നിന്റെ കയ്യിൽ തന്നിട്ട്? ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തടാ. എടാ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ശരിയാക്കുമ്പോൾ വേറെ ഒന്ന് അഴുക്കാകും. അതിനെന്തെങ്കിലും ഒരു ഫാൾട്ട് വരും. എൻജിൻ സ്റ്റാർട്ട് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഒരു പാർട്സ് കേടാകും. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. ഇനിയും സാധനങ്ങൾ മേടിക്കാനോ? എന്താടാ നീ പറയുന്നത്? അത് പിന്നെ മേടിക്കണോടാ. മേടിക്കാതെ എന്ത് ചെയ്യാനാണോ? ഒരാഴ്ച കഴിഞ്ഞ് തരാം. അത് മൊത്തം അഴുക്കായിട്ടിരിക്കുക. പോലീസുകാർ അതുപോലെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു തന്നെ അത് നന്നാക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഒപ്പിച്ചതാ. ഇനി എത്ര രൂപ വേണം? ഒരു 20,000 രൂപ വേണം. പക്ഷെ നീ ഇപ്പോൾ ഒരു 10,000 രൂപ താ. ഏതായാലും 10,000 രൂപയ്ക്ക് ഞാനിപ്പം ശരിയാക്കി തരാം. തൽക്കാലം ആ ഒരു 10,000 രൂപ മതി. നിന്റെ അവസ്ഥ എനിക്ക് അറിയാലോ, ഈ വാടക വീടും കൊണ്ട് നടക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ? ഒരു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗതി അതോ ഗതിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യുമോ എന്തോ. എടാ നീ കല്യാണം കഴിച്ചോടാ അനൂപേ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. എങ്കിൽ പിന്നെ മോനെ ഉടനെ തട്ട് കിട്ടും, നിനക്ക് ഉടനെ തട്ടുകേട് കിട്ടും. ഏതായാലും നീ കാത്തിരുന്നോ. ദേ പൈസ പിടിക്കാൻ പറഞ്ഞു. പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്ന് കിട്ടും? അടുത്ത ആഴ്ച തരാൻ നോക്കാം. നോക്കാന്നോ? ഓഹോ, അത് കൊള്ളാലോ. നീയല്ലേ പറഞ്ഞ അടുത്ത ആഴ്ച തരുന്ന ഉറപ്പ് പറഞ്ഞത്? അടുത്ത ആഴ്ച തരാം സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പൈസ മേടിച്ചു കേട്ടോ. ഏതായാലും കാർ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് കാറിനെ നോക്കിയിട്ട് നമ്മുടെ സച്ചി പോകുന്നത്. സച്ചിക്ക് സഹിക്കുന്നില്ല കേട്ടോ കാറ് കണ്ടിട്ട്. കാരണം പൊന്നുപോലെ കൊണ്ട് നടന്ന സാധനമാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമമുണ്ട് നമ്മുടെ സച്ചിക്ക് കേട്ടോ. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്മിനെയാണ് കേട്ടോ. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ മുല്ലപ്പൂമാലയൊക്കെ ഇങ്ങനെ കോർത്തോണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള ആ ഒരു കഷ്ടപ്പാടിലാണ്. അപ്പൊ ലക്ഷ്മി മുല്ലപ്പൂമാല കോർക്കുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. ശരത്തിനോട് പറഞ്ഞു, എടാ മോനെ നീ രേവതിനെ ഒന്ന് വിളിക്കടാ, എന്തായി കാണുന്ന അറിയില്ലടാ. എന്താവാനമ്മേ, സച്ചേട്ടന്റെ ദേഷ്യമൊക്കെ തണുത്ത് കാണുന്നേ. രണ്ടുപേരും ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അവന്റെ സ്വഭാവം അനുസരിച്ച് സാധ്യതയുണ്ട് അല്ലേ മോളെ ദേവു? അപ്പം ദേവു പറഞ്ഞു, ഇതത്ര വേഗം കെട്ടടങ്ങുന്ന എനിക്ക് തോന്നുന്നില്ലമ്മേ. ദേ കരുനാക്ക് വളയ്ക്കാതെ മോളെ, എന്തിനാ ഇങ്ങനെ നീ പറയുന്നത്? സമാധാനത്തിന് ചോദിച്ചപ്പോൾ അവള് പറയുന്നത് കേട്ടില്ലേ? ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായി പോയല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി വരുന്നത്. രേവതി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്നിട്ട് മോളേന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യോ മോളെന്താ പറയാതെ വന്നത്? ദേ മോക്കെ 100 ആയുസാ, നിന്നെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നമ്മേ, ദേ 100 ആയുസ് ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാല് മതിയായി. ഇനിയും എന്തെന്നറിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. എന്താ മോളെ ഈ പറയുന്നത്? മതിയായെന്നോ? നീ എന്ത് ഈ പ്രായം ചെന്നവര് പറയുന്ന പോലെയൊക്കെ പറയുന്നത്? നീ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളു മോളെ. നല്ല തുടക്കമാണല്ലോ. ഇതേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ല തുടക്കുക ജീവിതം. ജീവിതം തുടങ്ങിയപ്പോഴേ ഇങ്ങനെ. ഇനിയിപ്പം എത്ര നാൾ ഇത് തള്ളി നീക്കും എന്നാ എനിക്കറിയില്ലാത്തത്. അല്ല മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നില്ലേ? ദേ പഠിച്ചു വലിയ ആളാവണം കേട്ടോ. എങ്കിലേ വീട്ടിലും നാട്ടിലും ചെന്ന് കയറുന്നിടത്തും ഒക്കെ വില കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ ആവും. കാണുന്നില്ലേ എല്ലാവരും ഇട്ട് ചവിട്ടി തേക്കുന്നത്? പാതി കെട്ടിയതേ ഈ പൂമാല പോലെയാ എൻ്റെ ജീവിതം. അത് എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടമ്മേ. പിന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കഴിഞ്ഞു പോകണം, അത് മാത്രമാ.
ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം ദേവു വന്നിട്ട് എന്താ ചേച്ചി, ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ? ചേച്ചിക്ക് പറ്റുന്നില്ലെങ്കിൽ ചേച്ചി ഇങ്ങ് പോരെ. ഹേയ്, അതൊന്നും അല്ല മോളെ. അങ്ങനെ പറഞ്ഞെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ വരേണ്ടതല്ലേ? അന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ ഈ വാക്കുകളൊക്കെ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമുണ്ട്. ഇപ്പം വഴക്ക് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള സ്ഥിതിയാണ് എനിക്ക്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മോളെ, ഇതിനെല്ലാം ഞാൻ അതിജീവിക്കും. ചേച്ചി ഒരു പ്രശ്നമില്ലെന്ന് ചേച്ചി അഭിനയിക്കല്ലേ. ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്, എനിക്കറിയാം. ഹേയ്, എനിക്ക് വിഷമം നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ, ഇവിടെ ഉള്ളവരുടെ കാര്യം ഓർത്തിട്ട്, അല്ലാതെ എൻ്റെ കാര്യം ഓർത്തിട്ട് വിഷമമില്ല. നല്ല സമയത്ത് തന്നെയാണ് നിങ്ങൾ വീട്ടിലേക്ക് വന്നത്. അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ മനസ്സ് വേദനിച്ചില്ലേ? നിങ്ങൾക്ക് സങ്കടമായില്ലേ? അത് ഓർത്തിട്ടാ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നത്. അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് വരാമല്ലായിരുന്നോ? വിളിച്ചിട്ട് വന്നാൽ സച്ചേട്ടൻ ചേച്ചീനെ വഴക്ക് പറയില്ലേ ചേച്ചി? അതും കൊണ്ടല്ലേ. അല്ല, വഴക്ക് പറയില്ലേ ചേച്ചി? ഞങ്ങൾ വന്നെന്ന് ഓർത്തോണ്ട് വഴക്ക് പറയാതിരിക്കുവോ? ഇല്ലല്ലോ. വഴക്ക് പറയേണ്ട സച്ചേട്ടൻ എപ്പോഴാണെങ്കിലും വഴക്ക് പറയില്ലേ? അല്ല, എങ്കിലും വേണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വഴക്ക് പറയില്ലായിരുന്നു. അദ്ദേഹം നിങ്ങളുണ്ടെങ്കിലൊന്നും പറയാൻ നിൽക്കില്ല. നിങ്ങൾ പോയി കഴിഞ്ഞിട്ടേ അദ്ദേഹം പറയത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് നിസ്സഹായ അവസ്ഥയിലെല്ലാം കണ്ടു നിൽക്കേണ്ടി വന്നില്ലേ? അതാ സത്യം പറഞ്ഞ് എനിക്ക് വിഷമമായത് ദേവു. നിങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചില്ലേ? അതൊക്കെ ഓർത്തിട്ടാ വിഷമം. ഇനി ഞാൻ വിളിക്കാതെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരരുല്ലോ കേട്ടോ. ഞാൻ ഇനി വിളിക്കാതെ അങ്ങോട്ട് വരുവേ വേണ്ട എന്ന് പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, അല്ല സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിക്കാണൂല്ലേ? എവിടെ, അതടുത്തൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല മോളെ, അവൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് പോയതിന് ശേഷം അവന് ആകെപ്പാടെ ഒന്ന് മാറിയതായിരുന്നല്ലോ. വീണ്ടും എന്താ പറ്റിയത്? ഇത് നിന്നെ അന്നൊക്കെ സ്വന്തം ജീവനെ പോലെ കണ്ടു. വിവാഹത്തിനൊക്കെ അവന് എന്തൊരു സന്തോഷമായിരുന്നു. അന്നൊക്കെ നിനക്ക് വേണ്ടി അവൻ്റെ അമ്മയോട് സംസാരിച്ചില്ലേ? പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കാരണം നീ സത്യം പറയാത്തത് കൊണ്ടല്ലേ മോളെ? നീ എന്തിനാ മോളെ അത് മറച്ചു വെച്ചത്? അപ്പം നമ്മുടെ ശരത്തും പറഞ്ഞു, അത് പറയാറുന്നില്ലേ ചേച്ചിക്ക്? ഞാനത് പറയുമായിരുന്നെങ്കിലേ ഇപ്പം അയാൾ ജയിലിൽ പോയി കിടക്കുന്നുണ്ടാവും. ആ വിഷയം നടന്നിട്ട് കുറേ നാളായി. അതിൻ്റെ ചൂട് കുറഞ്ഞു. എന്നിട്ട് പോലും ഗജാനന്ദനെ പോലെ അടിച്ച് പരുവാക്കിയില്ലേ? അന്ന് ചൂടുള്ള സമയത്താണ് ഞാനിത് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മുടെ ഏരിയകളിലെ ചുമരില് പോസ്റ്റ് വന്നേനെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗജാനന്ദന്. അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. സച്ചി നല്ലവനാ. മുൻകോപം മാത്രം അവൻ്റെ ശാപം. അവൻ എടുത്തു ചാടുന്നൊരു സ്വഭാവമാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ ശരത്ത് പറഞ്ഞു, അല്ല അമ്മ നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, സച്ചേട്ടനെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിച്ചത്? അത് ശരിയാ. അപ്പം ദേഷ്യം വന്നിട്ട് ഞാനങ്ങ് പറഞ്ഞതാ. ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കിടന്നില്ലേ സച്ചി? കാർ വർക്ക്ഷോപ്പിലായി, 2 ലക്ഷത്തിലധികം രൂപ ചെലവായില്ലേ? അങ്ങനെ എന്തൊക്കെ പൈസ നഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിൽ അവൻ പറഞ്ഞു പോയതാ. നല്ല ചൂടും വിഷമവും തന്നെയാ. അദ്ദേഹത്തിന് എൻ്റെ മെക്കിട്ട് കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാനാണോ അമ്മ ഇതൊക്കെ വരുത്തി വെച്ചത്? ഞാൻ ഇതെന്തെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, നമ്മുടെ അച്ഛൻ മരിക്കോളം അമ്മേനെ വഴക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മ എന്ത് ചെയ്താലും അത് നല്ലതിനാണെന്ന് പറഞ്ഞ ഞങ്ങളോട് അച്ഛൻ പറഞ്ഞു തരുകയൊക്കെ ചെയ്തത്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു നല്ലയാളെ കിട്ടി. പക്ഷെ എൻ്റെ ചേച്ചിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എൻ്റെ അമ്മ ഭാഗ്യവതിയാ, പക്ഷേ ഞാൻ നിർഭാഗ്യവതിയായി പോയി. അപ്പോഴാണ് ശരത്ത് പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ ഒന്നും സംസാരിക്കരുതേ. ചേച്ചി, സച്ചിയേട്ടൻ നല്ല ആളാണെന്നേ. സച്ചിയേട്ടന് സ്നേഹമുണ്ട് എല്ലാവരോടും സ്നേഹമുണ്ട്. ചിലപ്പോൾ തോന്നും നല്ല ആളാണെന്ന്, ചിലപ്പോൾ തോന്നും അയാൾ ക്രൂരനാണെന്ന്, ചിലപ്പോൾ തോന്നും അയാൾ സഹജീവികളെയും അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. സത്യമായിട്ടും എനിക്ക് അയാളെക്കുറിച്ച് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ചിരിച്ചു. അപ്പം നമ്മുടെ ദേവ് ചോദിച്ചു, അല്ല ഇതെന്ത് ചേച്ചി ചിരിക്കുന്നത്? സങ്കടമെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ചിരിക്കല്ലേ? അതൊന്നും അല്ലടി. ചിരിക്കാൻ വന്നാൽ ചിരിക്കണം, കരയാൻ വന്നാൽ കരയണം. പിന്നെ നമ്മൾ ചിരിക്കാനുണ്ടാവൂല്ലോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചിരിക്കാൻ വരുമ്പോൾ നമ്മൾ ചിരിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ. മോക്ക് സന്തോഷമുള്ള ഒരു കാലം അത് വരും. മോളെ സച്ചി പൊന്നു പോലെ നോക്കും. നിന്റെ കണ്ണീരവ തുടയ്ക്കും. നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. ഇതൊക്കെ പറയാൻ രസാമേ. ഞാനും അത് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം? നടന്നു. ഇല്ല മോളെ, ഇതൊക്കെ നടക്കും. ദേവിക്ക് മുന്നിലുള്ള പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. മക്കൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന
അമ്മമാരുടെ പ്രാർത്ഥന അത് ദൈവം കാണാതിരിക്കില്ല, അത് ദൈവം കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ മോള് നന്നായിട്ട് ജീവിക്കും. നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണാനായിട്ട് സാധിക്കും മോളെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിരിയും സന്തോഷമൊക്കെ വരുന്നുണ്ട്. എങ്കിലും എന്നിരുന്നാലും നമ്മുടെ രേവതിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയുടെ നാക്ക് പൊന്നാകട്ടെ, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം എന്തിനാ എന്നോട് ചൂടാകുന്നതെന്ന് ചില സമയം എനിക്ക് അറിയില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ചിട്ട് എന്നോട് തന്നെ ചോദിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പക്ഷേ അതിനൊന്നും എനിക്കൊരു ഉത്തരം കിട്ടാറില്ല. വെറുതെ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അതും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച്. അറിയാലോ സച്ചി, അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പൊ കയറി വന്ന മരുമകളെ സ്നേഹിക്കുന്നത് കാണുമ്പോഴേ സത്യമായിട്ടും എനിക്ക് കൊതിയാകും. എന്ത് സ്നേഹമാണ് കൊടുക്കുന്നത്, വാരിക്കോരി സ്നേഹിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാല് എന്നോട് പറയാറുള്ളത്, പണമുള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ, വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെണ്ണല്ലേ, അതുകൊണ്ടാണെന്നൊക്കെ. അതുകൊണ്ടാ ദേവ് പറഞ്ഞത്, പഠിക്കണം, പഠിച്ച് അത്യാവശ്യം പണം ഉണ്ടാക്കണം, നീ സ്വയം കാല് നിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വില കാണത്തുള്ളൂ. അത് വേണം ഓരോ പെൺകുട്ടിയും ആദ്യം ചിന്തിക്കാൻ. അത് കഴിഞ്ഞിട്ടേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാവുള്ളൂ. ഒരിക്കലും ആരുടെയും മുമ്പിലും താരാനോ കൈ നീട്ടാനോ തല കുനിക്കാനോ ഒന്നും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ വേണം ഓരോ പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും വിഷമത്തോടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ രേവതിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത്. നമ്മുടെ രേവതിയും സച്ചിയും തമ്മിലുള്ള സ്നേഹം ഇനി എന്നു മുതൽ തുടങ്ങും എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ചേച്ചി ഉടനെ വല്ലതും കാണുമോ, അതോ അവരിങ്ങനെ ഉടനീളം അടി കൂടിക്കൊണ്ടിരിക്കുമോ എന്നൊക്കെ. ഏതായാലും ഉടനീളം ഒന്നും അടി കൂടിക്കൊണ്ടിരിക്കില്ല. അവർ തമ്മിലുള്ള സ്നേഹം ഒരു 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും വരും. നമ്മുടെ സച്ചിക്ക് മനസ്സിലാകും രേവതിയുടെ സത്യാവസ്ഥ. സച്ചി രേവതിയെ ചേർത്ത് പിടിക്കും, ഒരിക്കലും കൈവിടില്ല. ആ ഒരു ദേഷ്യത്തിന്റെ പുറത്തൊക്കെയാണ് സച്ചി ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഏതായാലും ഇതിന്റെ ഇടയിലും കുറച്ച് കോമഡിയും സംഭവ വികാസങ്ങളൊക്കെ നടക്കാനുണ്ട്. നമ്മുടെ സുധിയുടെ കാര്യം ഭയങ്കര കോമഡി ആട്ടോ. അതൊക്കെ ഏതായാലും അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് വരുന്ന വഴി പറയാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.